Number of lines in the diagram. ഈ ഡയഗ്രത്തിലുള്ള വരകളുടെ എണ്ണം എത്രയാണ്? നോക്കണം എവിടെയൊക്കെയാണ് ഈ വരകൾ നിങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടുന്ന് എടുത്തിട്ട് ഇവിടത്തേക്കാണ് പോയത്, ഇവിടുന്ന് എടുത്തിട്ട് ഇവിടത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ കോണും ഉണ്ട്. ശരി, ഇനി ആൻസർ പറയാം. 15 കറക്റ്റാണ്. 15. 3 ഒരു പ്രത്യേക രീതിയിൽ തുല്യമാണ്, 1 വ്യത്യസ്തമായത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ചിത്രത്തിൽ ABCD എന്ന് കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ 3 ഒരർത്ഥത്തിൽ തുല്യമാണ്, അതിൽ 1 ചെറിയ വ്യത്യാസമുണ്ട്. അതിലേതായിരിക്കും? നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ആ സൈഡിന് ചെറുത്, ബാക്കിയുള്ളതിനൊക്കെ ഭാഗമായിട്ടാണ് വീതിച്ചത്. ബാക്കിയുള്ളവർക്ക് ആരെയാണ് പകുതിയായിട്ടാണ്. ഇത് ശരിക്കും പകുതിയല്ല. അതാണ് ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? അതെന്തുകൊണ്ടാണ് ഡി നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം? ബാക്കിയുള്ളത് 1ന്റെ മുകളിൽ 1 എന്നുള്ള രീതിയിലാണ് ഉള്ളത്. 1 പുറത്തേക്കാണുള്ളത്, 1 പുറത്തേക്കാണ് ആരാധ്യുള്ളത്. പക്ഷെ ഇത് പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ്. അല്ലെ? അതല്ല ശരി. A plus B is equal to 50. A plus B is equal to 50. B plus C is equal to 70. C plus A is equal to 84. ഒന്ന് വായിച്ച ഒരു കുട്ടി. A plus B is equal to 50. B plus C is equal to 70. C plus A is equal to 84. അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് 2-3 ചോദ്യങ്ങൾ ഇന്ന് ഞാൻ തരാം. A² പ്ലസ് B² എത്രയായിരിക്കുമെന്നും C മാത്രമായിട്ട് എത്രയായിരിക്കുമെന്നും A പ്ലസ് B പ്ലസ് C എത്രയായിരിക്കുമെന്നും കണ്ടുപിടിക്കൂ. ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്. അതിന്റെ അർത്ഥം 2 A ഉണ്ട് എന്നാണ്. ഓക്കെ. ഇവിടെ ഒരു B ഉണ്ട്, ഇവിടെ ഒരു B ഉണ്ട്. അതിന്റെ അർത്ഥം 2 B ഉണ്ട് എന്നാണ്. അല്ലേ ആരാധ്യ? ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 2 plus C എന്ന് പറഞ്ഞാൽ 2 Aയും 2 Bയും 2 Cയും കൂട്ടിയാൽ ഇത് മുഴുവൻ കിട്ടണല്ലോ. കിട്ടണ്ടേ? 4 204 കിട്ടണം. അത് ശരിയാണല്ലോ. ഇതെല്ലാം ഞാൻ കൂട്ടി, ഈ സൈഡെല്ലാം ഇതൊക്കെ ഞാൻ കൂട്ടിയപ്പോ 2 A കിട്ടി, 2 B കിട്ടി, 2 C കിട്ടി. അപ്പൊ അപ്പുറത്ത് കൂട്ടണ്ടേ? അപ്പോൾ 2A പ്ലസ് 2A പ്ലസ് 2B പ്ലസ് 2C ഈസ് ഈക്വൽ ടു എത്രയാണ്? 204. 204 ആണ്. എങ്കിൽ 1A പ്ലസ് 1B പ്ലസ് 1C എത്രയായിരിക്കും? 102. 102.
മതിയല്ലോ. അത് മതി നമുക്ക് ജയിക്കാൻ, അത് മതി. തമിഴ്കളെ ഇതൊക്കെ ഞാൻ എന്നിട്ട് മയക്കിയാണ്. ഈ ഭാഗത്ത് എഴുതണല്ലോ, പോകുന്നില്ല. അപ്പൊ ഇവിടെ വായിച്ചോ. ശരി, ഇനി ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. നോക്കിക്കോളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം A+B+C ആണല്ലോ 102. അതിന് A+B ഇവിടെ ഉണ്ടല്ലോ. A+B പകരം നിങ്ങൾക്ക് 50 എന്നങ്ങ് എഴുതി കൊടുക്കുക അല്ലേ? 50ന്റെ കൂടെ C കൂട്ടിയപ്പോ ആണല്ലോ 102 കിട്ടിയത്. എങ്കിൽ C മാത്രം എത്രയായിരിക്കും? 52. 102ൽ നിന്ന് 50 മൈനസ് ചെയ്യണം. അപ്പൊ C നിങ്ങൾക്ക് കിട്ടും 52. ഇനി നിങ്ങൾ ചെയ്യില്ലേ? ബാക്കിയുള്ള 2 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കില്ലേ മക്കളെ? പറ്റില്ല. പറ്റില്ല അല്ലേ? പറ്റുമോ? എന്നാ ബാക്കിയുള്ള ചോദ്യം കണ്ടുപിടിച്ചോ. ഇനി നമുക്ക് A+B എന്തുള്ള നമ്മൾ ചോദ്യം ഉറപ്പില്ല. A² + B² അറിയണം, അത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് A+B+C അറിയണം. അതിപ്പോ അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇല്ലേ? 102 കിട്ടിക്കല്ലോ. ഒരു ഉത്തരവ് കിട്ടി, 102 കിട്ടി. ഇനി A² + B² കണ്ടുപിടിക്കും. ഞാൻ മറ്റുള്ള കുട്ടികളെ കൂടി ഒന്ന് വിളിക്കട്ടെ, ഓരോരുത്തരെന്താ പറയുന്നത് നോക്കട്ടെ. A² + B² 2500. ആണല്ലേ? 2000 ഒന്നും പോകൂലേ? ഞാൻ 1000 പോകുന്നത്. ആണെങ്കില് 32, B² 18. 32. അത് സംശയമില്ല. ബിയുടെ വില എത്ര കിട്ടിയോ? 18. സിയുടെ വില കിട്ടിയോ? 52. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 102 കിട്ടൂലേ? കിട്ടും. അത് ശരിയാണ്, 102 കിട്ടും. അപ്പൊ നമുക്ക് ഇത് മാത്രം മതിയല്ലോ. 32ന്റെ സ്ക്വയറും പ്ലസ് 18ന്റെ സ്ക്വയറും നിങ്ങൾക്ക് അറിയില്ല എന്നല്ലേ ഇത് അർത്ഥം? എത്രയാ 32ന്റെ സ്ക്വയർ? 32ന്റെ സ്ക്വയർ 1024. 18ന്റെ സ്ക്വയറോ 324. 324. രണ്ടും കൂടി കൂട്ടിയാലോ 1348. 1348 ശരി. യെസ്, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ സമയമായി. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കണം. സമഭുജ ത്രികോണം എല്ലാ 3 വശങ്ങളും തുല്യമാവണം. ഏകദേശം തുല്യമായാൽ മതി, ഉറപ്പായിട്ട് വരയ്ക്കുന്നതല്ലേ. യെസ്. എന്നിട്ട് ഈ സമഭുജ ത്രികോണത്തില് ഞാൻ വീണ്ടും ഒരു സമഭുജ ത്രികോണം ഇതിന്റെ കൂടെ ഘടിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ എങ്ങനെ ഘടിപ്പിക്കുന്നത്. പോരാടി അതേ വലിപ്പത്തിൽ ഞാൻ ഇവിടെയും അത് വരയ്ക്കും. അതേ വലിപ്പത്തിലുള്ള ഒരു സമത്രികോണം ഇവിടെയും വരയ്ക്കണം. രസന്റെ ചിത്രം കാണാൻ ഞാൻ പറയുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ആദ്യം വരച്ചിരിക്കുന്ന ഈ വലിയ സമഭുജ ത്രികോണം ഇക്വലന്റ് ട്രയാങ്കിളും അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ചെറിയ ഇക്വലന്റ് ട്രയാങ്കിൾ ഓരോന്നും തുല്യമാണ്, ഒരേ അളവാണ് എന്ന് ഞാൻ പറയുന്നു. ശരി, ഇനി അടുത്ത എന്താ ചെയ്യുന്നത് നോക്കൂ. വേറൊരു കളർ എടുക്കാം.
ചോപ്പായിക്കോട്ടെ. ഇതിന്റെ മേലെ ഒരു പക്ഷിയുടെ കൊക്ക് പോലെ നമ്മൾ ഒരിക്കലും ട്രയാങ്കിൾ വേറെ ഉണ്ടാകും. ഇത് ഒരു സ്മോൾ. അതേ വലുപ്പത്തിൽ ഇവിടെയും ഞാൻ ഉണ്ടാക്കും ഒരു ചെറുത്. അതേ വലുപ്പത്തിൽ ഇവിടെയും ഉണ്ടാക്കുന്നു ഒരു ചെറുത്. എല്ലാം ഒരേ വലിപ്പമാണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. നിങ്ങളും വരച്ചിട്ട് അങ്ങനെ അവകാശപ്പെട്ടു. ഈ ചിത്രം വരച്ചു കഴിഞ്ഞവർക്ക് യേസ് എന്ന് ഉറക്കെ പറയാം. ശരി. ഇനി എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളെ. ചോദ്യം ഇതാണ്, ആദ്യം വരച്ചിരിക്കുന്ന ഈ വലിയ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സൈഡ് 81 സെന്റിമീറ്റർ ആണ്. രണ്ടാമത് തന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ വരച്ചിരിക്കുന്ന ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 27 സെന്റിമീറ്ററും ആണ്. ഓഹോ. മൂന്നാമത് വരച്ചിരിക്കുന്ന ആ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ആ പക്ഷിയുടെ കൊക്ക് മാതിരിയുള്ള അതിന്റെ ഒരു സൈഡ് 9 സെന്റിമീറ്ററുമാണ്. എത്ര? 9. ചോദ്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദ്യം വേണമെങ്കിൽ ഞാനൊന്ന് പറയാൻ ശ്രദ്ധിച്ചോളൂ. All the triangles in the figure are equilateral triangle. ഈ ഫിഗറിലുള്ള എല്ലാ ട്രയാങ്കിളും ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ്. ആ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ ഈ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 81, തൊട്ടടുത്ത ചേർത്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു സൈഡ് 27, ഏറ്റവും ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 9. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ചോദ്യം ഇതാ, പിടിച്ചോ. What is the perimeter of this figure? ഈ ഫിഗറിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്രയായിരിക്കും? ആരാധ്യ ചോദ്യം ഒന്ന് വായിച്ച മകളെ. All the triangles in the figure are equilateral triangles. What is the perimeter of this figure? അതിന്റെ അളവുകളൊന്ന് വായിച്ചു കൊടുക്കും മകളെ. വലിയ ട്രയാങ്കിളിൻ്റെത് ഒരു സൈഡിന്റെ അളവ് 81. അടുത്തുള്ള ചെറിയ ട്രയാങ്കിളിൻ്റെത് 27. പിന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ട്രയാങ്കിളിന്റെ അളവ് 9. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ. ഈ ഫിഗറിന്റെ പെരിമീറ്റർ. ഈ ഫിഗറിന്റെ പെരിമീറ്റർ. അതിന്റെ പെരിമീറ്ററിന്റെ മലയാളം എന്താണ്? ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റാണ് നടന്ന് അങ്ങ് കൂട്ടിക്കോ. ഇങ്ങനെ നടന്നാ ചുറ്റും നടന്നാ കിട്ടുന്ന എത്രയാണ്? ഓപ്ഷൻസ് വേണോ ആർക്കെങ്കിലും? കിട്ടിയാ നന്നായിരുന്നു അല്ലേ? ഓപ്ഷൻസ് വേണോ? 567 സെന്റിമീറ്റർ ആണോ? അതല്ല 324 സെന്റിമീറ്റർ ആണോ? അതല്ല 350 സെന്റിമീറ്റർ ആണോ? അതല്ല 306 സെന്റിമീറ്റർ ആണോ? 351 സെന്റിമീറ്റർ. 351 സെന്റിമീറ്റർ.
567 സെന്റിമീറ്റർ. ഇപ്പോ പല കുട്ടികളും ഒരുപാട് കുട്ടികൾ കോഹോസ്റ്റ് ആയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം പലതും വിളിച്ചും പറഞ്ഞു. ഇതിനെ ഞാൻ മറ്റു കുട്ടികളോട് കൂടി അഭിപ്രായം തരട്ടെ. മറ്റു കുട്ടികൾ എന്ത് പറയും? 351. ആൻസർ 351 സെന്റിമീറ്റർ ആണ് എന്ന കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് എങ്ങനെ കിട്ടി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ 81-നെയും 27-നെയും അതുപോലെ 9-നെയും ഒന്നിച്ച് കൂട്ടുക. എത്ര കിട്ടും? നോക്കട്ടെ നോക്കി വരാനെങ്കിലും 117. പക്ഷേ ഈ സൈഡ് ആണ് നമ്മൾ കൂട്ടിയത്. ഈ സൈഡിൽ അങ്ങനെ വരും, ഈ സൈഡിൽ അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ 3 സൈഡിൽ 117 3 കൊണ്ട് ഒറ്റ കുടിക്കരുത്. 117 3 കൊണ്ട് കുടിച്ചാൽ 170. അതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് 351 കിട്ടിയത്. അങ്ങനെയാണ്. ഇനി നിങ്ങൾക്കത് വ്യക്തമാക്കി തരാം. എങ്ങനെയാണ് അത് ഞാൻ 3 കൂടി കൂട്ടിയിട്ട് ഒറ്റ ഗുണിക്കൽ കുറിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇത് വെച്ചിട്ട് വ്യക്തമാക്കി തരാം. ശ്രദ്ധിച്ചോ. നിങ്ങളോട് ചോദിച്ച ചുറ്റളവ് കാണാനാണ്. ചുറ്റളവ് കാണുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ പെൻസിലോട് വരച്ചിട്ടുണ്ട് മക്കളെ, എനിക്കത് വേഗം മനസ്സിലാവുകയും എന്താണ് സംഭവിക്കുന്നത് നോക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റളവ് കാണുമ്പോൾ സംഭവിക്കുന്നത് നോക്കണേ. ഒന്ന് ചുറ്റുമുള്ള അളവല്ലേ കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഇവിടം വരെയാണ് 81. പക്ഷേ നമുക്ക് ഒരു സാധനം ആവശ്യമില്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ 27 ആവശ്യമില്ല. അതേപോലെ ഇവിടെയുള്ള ഈ 27 നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഇവിടെയുള്ള 27 തൽക്കാലം നമുക്ക് ആവശ്യമില്ല. അപ്പൊ മക്കൾ കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എന്നൊക്കെ ഒന്നുകൂടി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ശരിയതാ. ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടാവും? 27 കുറയും 81. 81 27 കുറയൂലേ? കാരണം ഈ 27 നിങ്ങൾ കൂട്ടണ്ടാണ്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 81 27 കുറച്ചാൽ എത്രയാണ്? 54. അത് ശരിയാണ്. ആ 54 അവിടെ കിടക്കട്ടെ. വേണ്ട, ഇതിനെ കൊണ്ട് എഴുതാം 54 അവിടെ കിടക്കട്ടെ. അപ്പൊ ഇവിടുന്ന് ഇത് നമ്മൾ കൂട്ടാതെയാണ് നമുക്ക് 54 കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചുറ്റും നടക്കുകയാണെ, ഇവിടുന്നാണ് നടക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ 54 കിട്ടി. പിന്നെ അതിന്റെ കൂടെ ഒരു 27 കൂട്ടി ഇങ്ങോട്ട് വന്നു. പിന്നെ ഇങ്ങോട്ട് 9 കൂടി പോയി. ഇവിടത്തേക്കുള്ള 9 കൂടി വന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം എത്രയാണ്? കാരണം 27 ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് വേണ്ട. അപ്പൊ 27 നിന്ന് എത്ര കുറയും? 9 കുറയും. 27 നമ്മൾ എത്രയാണ്? 18. എത്ര? 18. അപ്പൊ ഒന്നുകൂടി പറയാം. 54 ഇവിടം വരെ, 27 കിട്ടി, 9 കിട്ടി. മൈറ്റി മ്യൂട്ട് ചെയ്യണേ. മനാസ് മൈറ്റി മ്യൂട്ട് ചെയ്യണം. ഇവിടെ 54 കിട്ടി, 27 കിട്ടി, 9 കിട്ടി, വീണ്ടും 9 കിട്ടി, പിന്നെ 18 കിട്ടി. ഇത് ഒരു സൈഡിൽ നടക്കുന്ന കഥയാണ്. ഇത് മുഴുവൻ കൂട്ടിയൊക്കെ കിട്ടും. 117. 117. അപ്പൊ ഈ സൈഡിൽ 117 ഇതേപോലെ ഇവിടെയും 117 വരും. അതേപോലെ ഇവിടെയും 117 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് 117 3 കൊണ്ട് കുടിച്ചാൽ ഇതിന്റെ ചുറ്റളവായി.
അതിനാദ്യം എളുപ്പവിദ്യ 81ഉം 27ഉം 9ഉം കൂടി കൂട്ടിയാലും 117 കിട്ടണമെങ്കിൽ അതിനെ 3 കൊണ്ടൊന്ന് കുടിച്ചാൽ മതി. അപ്പൊ ഇത് ചെയ്യുന്ന കുട്ടി കുറച്ചുകൂടി ഒരു ഗിഫ്റ്റഡ് കുട്ടിയൊക്കെ ആയിരിക്കും ഇത് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എബോ ആവറേജുള്ള മക്കളൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഇതേ രീതിയിൽ ഇങ്ങനെ നടന്നാൽ പോലെ അപ്പൊ ഇത് കുറയില്ലേ ആ രീതിയിൽ കണ്ടുപിടിക്കുന്നവർ ഉണ്ടാവാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് യെസ് എന്ന് പറയാം. നമുക്ക് എന്താ പറഞ്ഞല്ലോ. ശരി, ഇനി ക്ലിയർ ആവാത്തവര് അടുത്ത പിന്നെ വീഡിയോ നോക്കിയിട്ട് ക്ലിയർ ആക്കുക എന്നേ പറയാറുണ്ട്. 8/13 8/13 5/7 5/7 3/4 3/4 1/8 ഈ സംസാരിക്കുന്ന ഇങ്ങനെ 4 സംഖ്യകൾ തന്നിട്ട് താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ അതിന് വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ഫ്രാക്ഷനില് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമാണ് എല്ലാ സ്ഥലത്തും. ഒരേപോലെ ആണെങ്കിൽ പെട്ടെന്ന് കഴിയായിരുന്നു. ഇങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ വലിയവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 ആളെയും പിടിക്കുക. ഈ 8/13 5/7 പിടിച്ചിട്ട് അവരിൽ ആരാ വരുന്നത് നോക്കുക. അതിന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 7 8 56 13 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മക്കള്? 65. അപ്പൊ മോന്റെ മൈക്ക് സംസാരിക്കുമ്പോ എന്തോ ചെറിയ പ്രശ്നം എന്തോ പരിശോധിക്കണം. ആരാധ്യ, ഈ 56 ആണോ 65 ആണോ വലുത് മകളെ? 65. മറ്റു കോഹോസ്റ്റായ കുട്ടികളൊന്നും മുന്നോട്ട് വരണേ, അവരുടെ പേരൊക്കെ എന്നോട് മറന്നു പോയതുകൊണ്ടാണ്. അപ്പം 65 വലുതായ സ്ഥിതിക്ക് വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5/7 നമ്മൾ അവിടെ വെച്ചു. ഇനി അടുത്ത താരതമ്യം ചെയ്യേണ്ടത് 3/4 ഇവരിൽ ആരാണ് വലുത് എന്ന് നമുക്കറിയണം. വേറൊരു കോഹോസ്റ്റ് മുന്നോട്ട് വരട്ടെ. 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മക്കളെ? 20. 20 അല്ലേ? ഇനി 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 21. അപ്പം 20ഉം 21ഉം നോക്കിയാൽ 21 ആണല്ലോ വലുത്. അപ്പൊ ഇവിടെ 3/7 വലുത്. അടുത്ത താരതമ്യം ചെയ്യേണ്ടത് 1/8 ആണ്. 3/4 അല്ലേ? സോറി 3/4. ഓ സുഖാണ് പേടിപ്പിച്ചാല്. 3/4 അല്ലേ? 3/4 ആയിക്കോട്ടെ. ഇനി എന്താ ചെയ്യേണ്ടത് മനാസേ? 3നെ 8 കൊണ്ട് ഗുണിക്കണം മോനെ. 24. 24. 1 4 4. ഓഹോ, 24 ആണോ അല്ലെ 4 ആണോ വലുത്? 24. 3/4 ആണ്. ഇത് മനസ്സിലായവര് യെസ് എന്നവർക്ക് പറഞ്ഞേ. പ്രവീണ. വേറെ ക്വസ്റ്റ്യന്മാരുണ്ടായിനി. എന്തേലും പറഞ്ഞോളൂ. 4/10 പ്ലസ് ഡാഷ് 4/11. ശരി, അപ്പൊ അതുകൂടി ചർച്ച ചെയ്താൽ നമുക്ക് അടുത്ത് പാടെടുക്കാം. 6:15 ശരി. 4/10 പ്ലസ് ഡാഷ് 4.
ഒരു സൗണ്ട്. 4⁻10 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 4⁻11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് ഇത് കിട്ടിയത്? 4. ഓപ്ഷൻസ് ഒന്നും അറിയില്ല. അയ്യോ, ഓപ്ഷൻസ് തരണ്ടല്ലായിരുന്നു, നല്ല കിട്ടും. ശരി, നമുക്ക് ആദ്യം ഈ 4നെ 2/2 തന്നെ എഴുതാം. അതെഴുതാമല്ലോ. 4 നമുക്ക് 2/2 ഉണ്ടെന്ന് എഴുതാം. ബ്രാക്കറ്റ് കൊടുക്കുക. ആ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് 10 നീട്ടും. അപ്പൊ 4/10 പകരം 2/2 (10) എന്നത് 2/2 20 എഴുതാം. 22. നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് 2/20 കൂടെ എത്ര കൂട്ടിയാൽ 2/21 കിട്ടും? 1. ഒന്ന് കിട്ടിയെടുക്കുക. 2/2 കൂടെ എത്ര കൂട്ടിയാലാണ് 2/3 കിട്ടുക? 2/1. മൈക്ക് ഓൺ ചെയ്തിട്ട് അവിടുന്ന് സംസാരിക്കുന്നതിൽ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോ മനാസ് സംസാരിക്കുമ്പോ അവിടെ നോക്കണം, അവിടുത്തെ വേറെ സംസാരിക്കോട്ട് വരുന്നുണ്ടോ. 2/2 എത്ര കൂട്ടിയാലാണ് 2/3 കിട്ടുക എന്ന് ചോദിച്ചാൽ, ഈ 2/2 എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. 4ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 2/3 ആയ 8 കിട്ടുക? 4 കൂട്ടിയാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 2/2 തന്നെയാണ്. ഇപ്പൊ 2നെ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. 2/2 അതിന്റെ കൂടെ 2/2 തന്നെ കൂട്ടിയാലാണ് 2/3 കിട്ടുക. അത് 2ന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ 2/10 കൂടെ എത്ര കൂട്ടിയാലാണ് 2/11 കിട്ടുക എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? 2/10 പ്ലസ് 2/10. അതായത് 2/4 കൂടെ എത്ര കൂട്ടിയാലാണ് 2/5 കിട്ടുക? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 5 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 32 ആണ്. ഇനി 2/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16ന്റെ കൂടെ 16ന്റെ കൂട്ടിയാലാണല്ലോ 36 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇവിടെയുള്ള ഈ 2/4 തന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ 2ന്റെ ഡബിൾ ആയ 4ന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് തൊട്ടടുത്ത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ചോദ്യം തന്നിരുന്നു. അതുകൂടി എടുത്തിട്ട് മനസ്സിലേക്ക് പോകാം. തൊട്ട താഴെയുള്ള അടുത്ത ചോദ്യം എന്തായിരുന്നു? വായിച്ചേ. 3/10. മോന്റെ മൈക്കിന്റെ പ്രശ്നമുണ്ട്. വേറെ കുട്ടി വായിച്ചേ. 3/10 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 3/11. അതായത് 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക? ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. നല്ല ചോദ്യമാണ്. ഈ 2നെ നേരത്തെ എഴുതിയതുപോലെ ഇവിടെ 3/10 എഴുതിക്കൂടാ. 2നെ മാത്രമേ നമുക്കത് ആ സൗകര്യമുള്ളൂ. പക്ഷേ ഇവിടെ 3/10 എഴുതിയാൽ ഒരിക്കലും 3/11 കിട്ടില്ല. ആണെങ്കിൽ ചെറുതെടുത്ത് ഞാൻ പറഞ്ഞുതരാം. 3/2ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/3 കിട്ടുക എന്ന് ചോദിച്ചാൽ അത് 3/2 അല്ലല്ലോ ഉത്തരം. 3/2 എന്ന് പറഞ്ഞാൽ 3നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കലാണ്. 3നെ 2 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 3 9 ആണ്. 9ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/3 ആയ 27 കിട്ടുക എന്ന് ചോദിച്ചാൽ 9ന്റെ കൂടെ എത്ര കൂട്ടണം നിങ്ങൾ പറഞ്ഞു? 18. 18 കൂട്ടണം. 18 കൂട്ടണം. 18 9 ആണ് 27. അപ്പൊ നമുക്ക് ഇവിടെ 3/2 അല്ല വരുന്നത്. 2 × 3/2 ആണ് 18.
3/2 എന്ന് പറഞ്ഞാൽ 9നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 18 കിട്ടുന്നത്. അപ്പൊ 9ഉം 18ഉം 27 കിട്ടിക്കോളും. അതേപോലെ ഇതെങ്ങനെയാണ് ഈ 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11? ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ല, ഇത് മറന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണേ. 3/10 കൂടെ എത്ര കുട്ടികളാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാൻ ശ്രദ്ധിച്ചു. ഒരു 3/10, നിങ്ങൾ അതിനിടയ്ക്ക് വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക? അത് നിങ്ങൾക്കറിയാലോ. 3 അത് കറക്റ്റാണ്. 3 എന്ന് പറഞ്ഞാൽ 3/1 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ 3/10നെ 3/1 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 3/11 കിട്ടും എന്ന കാര്യം ശരിയാണ്. കാരണം നിങ്ങൾ പഠിച്ച ഒരു പ്രത്യേക നിയമമുണ്ട്. x⁻² അല്ലെങ്കിൽ a⁻m into x⁻n സമം x⁻m + n എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. അത് വെച്ചിട്ടാണ് ഈ 10ഉം 1 ഞാൻ കൂട്ടിയത്. പക്ഷെ ഇവിടെ ഗുണനം വന്നതുകൊണ്ട് പക്ഷെ ഇവിടെ കൂട്ടുന്നതാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ 3/10 കൂടെ 3/1 കൂട്ടിയാൽ 3/1 കൊണ്ട് ഗുണിച്ചാൽ 3/11 കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടി ഒന്ന് പരിഷ്കരിക്കുകയാണ്. 3/10 ഇൻറ്റു 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഈസ് ഈക്വൽ ടു 3/11. ഇനി വീണ്ടും വരുന്നു 3/10നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3/10 3 തവണ എഴുതി കൂട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ 3/10 + 3/10 + 3/10 ചെയ്താൽ 3/11 കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളോട് ചോദിച്ചത് 3/10 അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ 2 3/10 കൂടി കൂട്ടണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ ചുരുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 × 3/10 എന്നെഴുതാം. അപ്പൊ നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 2 × 3/10 ആണ്. പെട്ടെന്ന് ദഹിക്കാത്ത ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പറയാം, ഇത് ഒന്നുകൂടി ഞാൻ പറയേണ്ടതുണ്ടോ? ലാസ്റ്റത്തെ ഭാഗമല്ല, മുന്നത്തെ ഭാഗം തന്നെ പറയാം. ശരി, നമുക്കൊന്ന് 4/10 ഒന്നും വലിയ പ്രശ്നമില്ല. അതേ ശ്രദ്ധിച്ചു. ഇവിടെ നിങ്ങളോട് ചോദ്യം 3/2 ഒഴിച്ച് വേറെ ഏത് സംഖ്യ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്. 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് നിങ്ങളോട് ചോദ്യം. ഈ 3/10 എന്ന് പറഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കണം, അത് വലിയൊരു സംഖ്യയാണ്. 3 എന്ന സംഖ്യയെ 10 തവണ എഴുതി കുറിച്ചാൽ കിട്ടുന്ന വലിയൊരു സംഖ്യ. അപ്പം അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് ലോ ഓഫ് എക്സ്പോണൻസ്, ആവർത്തന ഗുണനം, കൃത്യന്റെ നിയമങ്ങൾ പഠിച്ച നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് പറഞ്ഞാൽ 3/10നെ 3/1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. അതാണ് x⁻m × x⁻n സമം x⁻m + n എന്ന് നമ്മൾ പഠിച്ചു വെച്ചത്. അത് വെച്ചിട്ടാണ് ഈ 10ഉം 1 ഞാൻ കൂട്ടിയത്. അത് ഇവിടെ ഗുണനം വന്നതുകൊണ്ടാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കൂട്ടുന്നതാണ്. അതാണ് അവിടുത്തെ വിഷയം. എനിക്ക് ഒന്നുകൂടി ഞാനിന്ന് പരിഷ്കരിച്ചാൽ 3/10നെ 3/1 കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. എന്നിട്ട് 3/11 കിട്ടും എന്നറിയാം.
ഇനി ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 3 തവണ എഴുതി കൂട്ടുക എന്നൊരർത്ഥമുണ്ട്. അത് 4ാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ 3/10 എന്ന സംഖ്യ 3 തവണ എഴുതി കൂട്ടിയാൽ 3/11 കിട്ടും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളോട് ചോദിച്ചത് 3/10 എത്ര കുട്ടികളാണ് 3/11 കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 3/10 ചോദ്യത്തിൽ തന്നു. പിന്നെ 2 3/10 കൂട്ടണം. അതിന്റെ എളുപ്പമാർഗമാണ് 2 × 3/10 കൂട്ടിയാൽ മതി. ഇനി ഇത് ചെറിയൊരു ചോദ്യം എടുത്തിട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു 3/3 കൂടെ എത്ര കൂട്ടിയാലാണ് 3/4 കിട്ടുക എന്ന് ചോദിച്ചാൽ മറുപടി പറയാം. 3/3 എന്ന് പറഞ്ഞാൽ അത് 27 ആണെന്ന് മക്കൾക്കറിയാം. 3/4 എന്ന് പറഞ്ഞാൽ 81 ആണെന്നും നിങ്ങൾക്കറിയാം. 25 കൂടെ എത്ര കൂട്ടിയാലാണ് 81 കിട്ടുക എന്ന് വെച്ചാൽ 54 കൂട്ടണം. ഈ ഉത്തരമാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. 54 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ 54 പകരം 3ന്റെ പവറായിട്ട് എന്ത് എഴുതാൻ നമ്മൾ നോക്കിക്കോളൂ. അതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി 3/3 അതിനെ 3/1 കൊണ്ട് ഗുണിച്ചാൽ 3/4 കിട്ടും എന്ന കാര്യം നിങ്ങൾക്കറിയാം. 3/3 3/1 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3/3 എന്ന സംഖ്യയെ 3 തവണ എഴുതി കൂട്ടുക എന്ന അർത്ഥമുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. 3/4 ഇതാണ്. അങ്ങനെ 3/3 3 തവണ എഴുതി കൂട്ടിയാൽ നമുക്ക് 3/4 കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. 27 + 27 + 27 എന്നുള്ള രീതിയിൽ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 81 കിട്ടുമല്ലോ. അപ്പൊ നമ്മളോടുള്ള ചോദ്യം 3/3 എത്ര കൂട്ടിയാലാണ് എന്ന് വെച്ചാൽ 3/3 ഇവിടെ 2 3/3. അപ്പൊ 2 × 3/3 ആണ് നമ്മുടെ ഉത്തരം. ഇപ്പൊ ക്ലിയർ ആയോ? ചെറിയ പ്രശ്നം. ആവർത്തന ഗുണം എന്നുള്ള ഭാഗം കുറയ്ക്കാത്തത് കൊണ്ടാണ്. സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരും പരീക്ഷയ്ക്ക്. ഇത് ഒന്നുകൂടി ഈ വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുട്ടികളെന്താ കുട്ടികൾ അറിയില്ല സാറ്? അതെന്താ കോഹോസ്റ്റായ കുട്ടികൾ എന്ന് പറഞ്ഞാല് രാവിലെ ഒരു 10 മിനിറ്റ് മുമ്പ് ഉണർന്നിട്ട് ഞാനിവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു 10-25 കുട്ടികൾ ആദ്യം വരും. അവർക്ക് കോഹോസ്റ്റ് ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവരോട് കോഹോസ്റ്റ് ആക്കി വെക്കും. അപ്പൊ കോഹോസ്റ്റിന്റെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവരൊന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പറയലാണ്. നമുക്ക് കോഹോസ്റ്റ് ആകാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞത് ഒന്ന് വിവരിച്ചു കൊടുക്കാമോ? ഇതിലിപ്പോ കോഹോസ്റ്റ് ആയ കുട്ടികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2 × 3/1 കിട്ടിയത് 2 × 3/1 ഇത് കിട്ടിയവർക്ക് പറയാൻ പറ്റും. 3/10 കിട്ടിയവർക്ക് പറയാം. 2 × 3/10 ആണ്. 2 × 3/10 ഇത് കിട്ടിയത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് വ്യക്തമാകേണ്ടത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമാക്കി തരാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.